പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണമൊക്കെ ആവുകയാണ് കേട്ടോ. അപ്പോൾ ക്ഷേമ പെൻഷൻ മാത്രമല്ല ആനുകൂല്യങ്ങൾ. അപ്പോൾ സന്തോഷം നൽകുന്ന ചില വാർത്താ അറിയിപ്പുകളാണ്. ക്ഷേമ പെൻഷൻ 3200 രൂപ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് മറ്റ് ചില സഹായങ്ങൾ കൂടി എത്തുന്നു. അപ്പോൾ ഈ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ. നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം. നമുക്ക് ഓണം ആകാറാകുന്ന സമയത്ത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്, ലഭിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ തുക പൂർണ്ണമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഏകദേശം 2 മാസത്തെ തുക ലഭിക്കും, അതിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ 3200 രൂപ നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തത്തക്ക രീതിയിൽ ഇതിൻ്റെ വിതരണ നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ്ങിൻ്റെയൊക്കെ സമയമൊക്കെ അറിയാമല്ലോ, എല്ലാവരോടും നമ്മൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നതാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം. അതുകൂടാതെ തന്നെ പുറത്താക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അനർഹമായിട്ട് തുക വാങ്ങിയവരുടെ വീടുകളിൽ എത്തിയുള്ള പരിശോധനയൊക്കെ വെച്ച് ആ ഒരു രീതിയിൽ കൂടുതലായിട്ട് ആളുകളെ പുറത്താക്കി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ ഈ ഒരു പ്രധാന നടപടികൾ എത്തുന്നത്. ഇതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷനോടനുബന്ധിച്ച് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളാണ് പ്രത്യേകിച്ച് ഭക്ഷ്യക്കിറ്റുകൾ. സപ്ലൈകോ ബേസ് ചെയ്ത് തന്നെ സപ്ലൈകോയിൽ കൂടി നമുക്ക് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പലതരത്തിലുള്ള ഭക്ഷ്യക്കിറ്റുകൾ ലഭ്യമാക്കുന്നുണ്ട്. സൗജന്യമായിട്ടല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഭക്ഷ്യക്കിറ്റുകൾ സപ്ലൈകോ വഴി ലഭ്യമാക്കുന്നുണ്ട്. 1000 രൂപ മുതലും 1000 രൂപയ്ക്ക് കൂടുതലും, അതുപോലെ 600 രൂപ 700 രൂപ മുതലൊക്കെയുള്ള ഭക്ഷ്യക്കിറ്റുകൾ ലഭ്യമാക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം സബ്സിഡി സാധനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഭക്ഷ്യക്കിറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ ഈ ഒരു മാസത്തിൽ സൗജന്യ ഭക്ഷ്യവിഹിതങ്ങൾ കൂട്ടിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള റേഷൻ വിഹിതങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളക്കാർഡിനൊക്കെയാണെങ്കിൽ തന്നെ 15 കിലോ അരിയാണ് ലഭ്യമാകുന്നത്. കൂടാതെ പിങ്ക് കാർഡിനും 5 കിലോ അരിയൊക്കെ കൂടുതലായിട്ട് വന്നേക്കുന്നു. കൂടാതെ നീലക്കാർഡിന് കൂടുതലായിട്ടുള്ള ഭക്ഷ്യവിഹിതം ലഭ്യമാക്കുന്നുണ്ട്, 10 കിലോ വരെ. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇനി പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ സൗജന്യ ഭക്ഷ്യക്കിറ്റാണ്. അത് മഞ്ഞക്കാർഡിന് ഭക്ഷ്യക്കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൻ്റെ വിതരണം ഇനി ആരംഭിച്ചാൽ മതി. അതുമാത്രവുമല്ല, ഇതുകൂടാതെ 1000 രൂപ വരെയൊക്കെ തൊഴിലുറപ്പിൽ അംഗങ്ങളായിട്ടുള്ള 100 പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് ആളുകൾക്ക് എല്ലാ വർഷവും നൽകുന്നതാണ്. അത് ഈ വർഷവും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൂടാതെ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാ വർഷവും ലഭിക്കുന്നുണ്ട്. ആ ഒരു സഹായം ഈ വർഷവും ഓണത്തിന് ലഭ്യമാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. മാത്രമല്ല, ഇനിയും അനേകം ആനുകൂല്യങ്ങളും ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സഹായങ്ങളുമൊക്കെ ലഭ്യമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്തുതന്നെയായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ്. പിന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഓണത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഈ ഒരു കഴിഞ്ഞ മാസത്തോടു കൂടിയൊക്കെ ഈ മാസത്തിൻ്റെയൊക്കെ തുടക്കത്തിലും ഒക്കെ നമുക്ക് തുക പൂർണ്ണമായിട്ട് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതും വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ ഒരു ഓണത്തോടനുബന്ധിച്ചുള്ള സമയത്ത് ഈ ഒരു തുക എത്തിയത് ഒരു ആശ്വാസം തന്നെയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓണത്തോടനുബന്ധിച്ച് ഓണക്ഷേമ പെൻഷൻ മാത്രമല്ല നമുക്ക് കിട്ടുന്നത്.